ഭഗവന്നാമങ്ങളെ ഉച്ചരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദീർഘരാശികൾ യഥാവലെ സംഹൃതങ്ങളായി ചമയുമെന്നല്ലോ നിശ്ചയമത്രേയാകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് തന്നെ കാലക്ഷേപം ചെയ്യുക. അത് ഈ മനുഷ്യർക്കത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവവിദ്യ ലഭിച്ചവർ പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി വെടിവരുത്താനായിക്കൊണ്ട് വേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്യുവാൻ. ആയതത്രേ ഇവിടെ സാഫല്യമാകുന്നത്. രാമചന്ദ്ര വപ്പായാൽ വെണ്ണമില്ലാതിരിക്കുന്ന രാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധത്തിലുണ്ടായിരിക്കുന്ന സങ്കടങ്ങളെ അസകലം യഥാവലെ ദൂരത്തിങ്കൽ കളഞ്ഞ് ഇഹലോകത്തിങ്കിലേക്ക് സൗഖ്യത്തെയും പരലോകത്തിങ്കിലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കാം. ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ? രാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? രാമചന്ദ്രനോ? എന്തിനാവുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? സൂര്യവംശാലങ്കാരഭൂതനായി ദശരഥാത്മജനായി സീതാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയതുകൊള്ളാം. നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. ഇത്തരം രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്ത്രിവടിയെ പോലെ മറ്റാരും തന്നെയില്ല എങ്കിലും അപ്പുണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ എന്നല്ലോ പറഞ്ഞത്. ആയുധ ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ വാസനയ്ക്ക് സൂര്യവംശശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായിട്ടുള്ള ശ്രീധനുമാൻ സീതാന്വേഷണത്തിനായി കൊണ്ടു പുറപ്പെട്ട് സമുദ്രമതിക്രമിച്ച് ലങ്കാനഗരിയെ പ്രാപിച്ച് ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തിങ്കൽ ചെന്നതിൻ്റെ ശേഷം അശോകനദികോദ്യാനത്തെ പ്രാപിച്ച് ശിംശവാവൃക്ഷമൂലത്തിങ്കൽ സശോകമാനസയായിട്ടിരിക്കുന്ന സീതാദേവിയെ സന്ദർശിച്ച് അങ്കുലീയകം കൊടുത്ത് അടയാളവാക്കും അറിയിച്ചതിൻ്റെ ശേഷം പ്രത്യഭിജ്ഞാനമായിരിക്കുന്ന ചൂടാരത്നം സ്വീകരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട ഉദ്യാനഭഞ്ജനാനന്തരം ദൂതന്മാരായി വന്നിരിക്കുന്ന ഉദ്യാനപാലകന്മാരെയും നിരവധി കിങ്കരന്മാരെയും സപ്തമന്ത്രികുമാരന്മാരെയും പച്ചസേനാപതികളെയും രാവണപുത്രനായിട്ടുള്ള അക്ഷകുമാരനെയും നിഗ്രഹിച്ചതിൻ്റെ ശേഷം അതികുപിതനായി വന്നിരിക്കുന്ന ഇന്ദ്രജിത്തും തമ്മിൽ അതിഘോരമാകും വണ്ണം യുദ്ധം ചെയ്ത് യുദ്ധമധ്യത്തിങ്കൽ ഇന്ദ്രജിത്ത് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം തട്ടി ബദ്ധനായി കിങ്കരന്മാരാൽ കെട്ടിയെടുക്കപ്പെട്ട് രാവണ സമീപത്തെ പ്രാപിപൂതം ചെയ്തു. തദനന്തരമാകട്ടെ സോവിപ്ലവംഗമഭിവീക്ഷ്യ സമീരപുത്രം ചിത്രീയമാണ ഹൃദയ കുശിതാശനേന്ദ്ര
കുലനാഗസി ശപദായി നദീശ്വര സ്വയമുപാഗത ഇത്യമം ശിശുദാശനേന്ദ്ര അഭി സമീരപുത്രം പ്ലവങ്കം അഭിവീക്ഷ്യ ആ പിശുദാശനേന്ദ്രനും സമീരപുത്രനായിട്ടുള്ള പ്ലവങ്കത്തെ അഭിവീക്ഷിച്ചു. ആ പിശുദാശനേന്ദ്രൻ രാവണനും വായുപുത്രനായിട്ടുള്ള വാനരനെ നേരിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത്. അതെന്താ വാനരനെ കണ്ടു എന്ന് പറഞ്ഞാൽ പോരെ, എന്താ നേരിട്ട് കണ്ടു എന്ന് പറയാൻ കാരണം എന്താ? പിശുദാശനേന്ദ്രനും രാവണനും ഹനുമാനെ നേരിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ രാവണനും കണ്ടു എന്ന് പറയുമ്പോ അതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടില്ലേ? ആരാ? രാവണൻ ഹനുമാനെ കാണുന്നതിന് മുമ്പ് ഹനുമാൻ രാവണനെ കാണുന്നത്. എന്താ അതിന് കാരണം? കഥ കഴിഞ്ഞു തന്നെയാണ് നിരീക്ഷിച്ചത് ഇന്ദ്രജിത്ത്. അച്ഛൻ്റെ കൽപ്പന എന്തായിരുന്നു? അവനെ ജീവനോടുകൂടി വിളിച്ചു കൊണ്ടുവരണം, അവൻ്റെ കഥ കഴിക്കരുത്, ആ വാനരൻ എനിക്ക് അവനെ കാണണം എന്നായിരുന്നു കൽപ്പന. പരമാവധി ശ്രമിച്ചു നോക്കി. പക്ഷേ തൻ്റെ അനുജനായിട്ടുള്ള അക്ഷനെയും കൂടി നിഗ്രഹിച്ച ആളാണ്. പരാജയപ്പെടുമെന്ന് സംശയം തോന്നിയപ്പോൾ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കാൻ നിശ്ചയിച്ചു. വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്, അല്ലേ വാനരൻ, ഞാൻ എൻ്റെ ബ്രഹ്മാസ്ത്രമാണ് പ്രയോഗിക്കാൻ പോണത്, എനിക്ക് ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രതിരോധിച്ചോ, തടഞ്ഞോ. സാധിക്കില്ല എന്നറിയാം. ഒരു വാനരൻ കുറച്ചധികം ശക്തി ഉണ്ട്, അത്രയേ ഉള്ളൂ. ദിവ്യാസ്ത്രമായിട്ടുള്ള ബ്രഹ്മാസ്ത്രം തടയാൻ സാധിക്കില്ല, ഉറപ്പാ. കേട്ടു ഹനുമാൻ ഇന്ദ്രജിത്ത് പറയണത്. വേണമെങ്കിൽ തനിക്ക് തടയാനുള്ള ശക്തി ഉണ്ട്, സാധിക്കും. പക്ഷേ ഹനുമാൻ തീർച്ചയായും തടയണില്ല. എന്താ കാരണമുണ്ട്? സീതാദേവിയെ സന്ദർശിച്ചതിൻ്റെ ശേഷം മടങ്ങി ചെല്ലേ പറ്റൂ, അത്രേ അവിടുത്തെ കൽപ്പനയുള്ളൂ. മതങ്കാശ്രമത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് വാനരന്മാർക്കുള്ള കൽപ്പന എന്താ? 1 മാസം തികയുന്നതിന് മുമ്പ് സീതാദേവി എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിച്ച് കണ്ടെത്തി ആ വൃത്താന്തം മടങ്ങിയെന്ന് അറിയിക്കുക. അപ്പോൾ ഹനുമാനും അത്രയേ ഉള്ളൂ. സീതാദേവിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ചൂടാരത്വം കിട്ടി മടക്കി പോയാൽ മതി. പക്ഷെ ഹനുമാൻ അതല്ല ചെയ്തത്. പിന്നെയോ രാവണനൊന്ന് നേരിട്ട് കണ്ടിട്ടാവാൻ മടക്കം തീർച്ചയായിട്ടും. അതെന്താ? പറയാത്ത കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്ത് എളുപ്പമുള്ള കാര്യമല്ല, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്ത്. ഇനിയും ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണെങ്കിൽ രാവണനെ കണ്ടുപോകാൻ തീർച്ചയായിട്ടും ഇതിന് കാരണമുണ്ട്. എന്താ? കഴിയുന്നുണ്ടെങ്കിൽ യുദ്ധം ഒഴിവാക്കണം എന്നൊരാഗ്രഹം ഹനുമാൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാമരാവണ യുദ്ധം അതികഠിനാവുന്ന അറിയാം ഹനുമാന്. അതിനിടെ വരരുത്. യുദ്ധം ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് പറയേണ്ട ആവശ്യമില്ല, ഇല്ലേ? കേൾക്കാലിയ കഥകൾ. ശത്രുത രാവണനും രാമനും തമ്മിലാണ്. പക്ഷേ ഒരു യുദ്ധം ഉണ്ടായാലോ എത്രയോ നിരപരാധികളായിട്ടുള്ള രാക്ഷസർ വധിക്കപ്പെടും. ഈ ഭാഗത്തും അതുപോലെ എത്ര നാശം ഉണ്ടാവും ആയുധം പ്രയോഗിക്കുന്ന സമയത്ത്. അതുപോലെ ജീവനാശം മാത്രമല്ല, അല്ലാതെ കണ്ടതിന് എത്ര നാശങ്ങൾ സംഭവിക്കും. 2 രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള യുദ്ധം ഉണ്ടാവുമ്പോൾ അത് കേടുവരുത്തണ്ടാട്ടോ, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടാവാമെന്ന് നിരീക്ഷിക്കാറില്ലല്ലോ. കാരണം കണ്ടത് മുഴുവൻ അങ്ങോട്ട് തകർക്കുക, സംഹരിക്കുക, നശിപ്പിക്കുക. ഇപ്പം തന്നെ കേൾക്കാൻ ഗംഭീരമായിട്ടുള്ളൊരു യുദ്ധം, ഒരു യുദ്ധം എന്നല്ലാട്ടോ, അനവധി യുദ്ധം, കേമായിട്ടുള്ളൊരു യുദ്ധം പുറപ്പെട്ടു. അധികം ദിവസമൊന്നും വേണ്ടി വരില്ല, 2-3 ദിവസം കൊണ്ട് കാര്യം കഴിക്കാൻ നിരീക്ഷിച്ച് പുറപ്പെട്ടതാ. ഇപ്പം സംവത്സരം 2 തികയാൻ പോകുന്നത്. എന്നിട്ട് പോലെ അവസാനം ഉണ്ടോ? ഇല്ല, ഏറെയും തുടങ്ങി. അപ്പോൾ ലോക സ്വഭാവം ഇത് തുടങ്ങിയാൽ നിർത്തണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടിന് നശിക്കണം. അത് നശിച്ചില്ല എന്നുണ്ടെങ്കിൽ, അവസാനിച്ചില്ല എന്നുണ്ടെങ്കിൽ നിരന്തരം തുറന്നുകൊണ്ടിരിക്കും. അത്രയും നാശം ഉണ്ടാവും. കഴിയുന്നുണ്ടെങ്കിൽ അതൊന്ന് രാവണനെ ഉപദേശിച്ച് യുദ്ധം കൂടാണ്ട് കഴിക്കാൻ, സീതയെ തിരിച്ചു കൊണ്ടുകൊടുക്കാൻ പറഞ്ഞാൽ അതനുസരിച്ചാൽ മതി. മാത്രമല്ല വേറൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എന്താ അത്? രാവണനെ നേരിട്ടൊന്ന് കാണണം. ഇപ്പോൾ രാവണനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. മഹാകേമൻ കൈലാസത്ത് അമ്മാനാടിയിട്ടുണ്ട്. 10 തല 20 കൈകൾ കേട്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ താൻ ഈ വർത്തമാനം അവിടെ ചെന്ന് പറഞ്ഞാൽ സ്വാമി സൈന്യങ്ങളോടുകൂടി ഇവിടെ വരും, രാമരാവണ യുദ്ധം. അതിനിടയിൽ രാവണനെ കാണുക എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്ന രാവണനെ ആവില്ല കാണാൻ പറ്റുക. സർവ്വപ്രതാപങ്ങളോടു കൂടിയിരിക്കുന്ന ദേവേന്ദ്രനെ വരെ പരാജയപ്പെടുത്തിയിട്ടുള്ള ആ രാവണൻ്റെ പ്രതാപത്തോടു കൂടി തന്നെ തനിക്കൊന്ന് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. രാവണൻ്റെ അടുത്തേക്ക് ആർക്കും ഓടിയങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ. രാവണൻ്റെ എന്നല്ല, രാജാക്കന്മാരുടെ അടുത്തേക്ക് ഒന്നും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ആർക്കും. രാജാക്കന്മാരെന്ന് വെക്കണ്ട കേട്ടോ, വലിയ വലിയ ആൾക്കാരുടെ അടുത്തേക്ക് സാധാരണക്കാർക്ക് ചെല്ലാൻ പറ്റുള്ളൂ. രാജാക്കന്മാരൊക്കെ ഇല്ലാതെ കേൾക്കുന്നു. ഇപ്പോൾ ഇല്ലേ മന്ത്രിമാരേ ഉള്ളൂ. മന്ത്രിമാരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും തോന്നുന്നുണ്ടോ?
പ്രത്യേകത്തെ കഥ അറിയല്ലേ? ചെന്നാൽ കടക്കുക പുറത്തു വന്നാൽ അറിയാല്ലേ? ആരെങ്കിലും ചെല്ലാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം കഥ കഴിഞ്ഞു തന്നെ വേണമെങ്കിൽ കണക്കാക്കാം. ആ മട്ട. കാരണം കേമന്മാരായിട്ടുള്ളവരെ മാത്രമേ ഉള്ളൂ, പ്രമുഖരെ മാത്രമേ കാണുള്ളൂ എന്നാണ്. അവരുടെ കൂടെ ഇരിക്കുള്ളൂ, അവരോടനെ സംസാരിക്കുള്ളൂ. സാധാരണക്കാർക്ക് ചെന്നാൽ കാണാൻ പറ്റില്ല. അപ്പോൾ സാധാരണ രാക്ഷസന്മാർക്ക് തന്നെ രാവണനെ കാണാൻ പറ്റില്ല. ശത്രുവായിട്ടുള്ള ഒരു വാനരനായിട്ടുള്ള തനിക്ക് കാരണം നിരീക്ഷിച്ച് മോഹിച്ചാൽ തരാവില്ല. ഉപായം കൊണ്ടേ സാധിക്കുള്ളൂ നിശ്ചയിച്ചു. അതിനെന്താ മാർഗം? അപ്പോൾ രാവണന് വളരെ പ്രിയപ്പെട്ടത് അശോകവനം എന്ന് കേട്ടിട്ടുണ്ട്. രാവണൻ സ്വന്തം കൈകൊണ്ട് സ്വർഗത്തു നിന്നൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള തൈകൾ നട്ടു നനച്ച് വളർത്തി ഉണ്ടാക്കിയിട്ടുള്ളതായി അശോകവനം എന്നാണ് കേട്ടിട്ടുള്ളത്. അതങ്ങോട്ട് തല്ലി തകർക്കുക. അപ്പോൾ കാവക്കാരൊക്കെ ഉണ്ടാവും, ആരെങ്കിലും അറിഞ്ഞു വശാവും. രാവണന്റെ അടുത്ത് എത്താനുള്ള മാർഗം ഉണ്ടാവും നിരീക്ഷിച്ചിട്ട് തന്നെ അതിന് പുറപ്പെട്ടത്. വിചാരിച്ച പോലെ തന്നെ ഉണ്ടായത്. അശോകവനം അങ്ങോട്ട് തല്ലി തകർത്തപ്പോൾ കാവക്കാരൊന്നും ആദ്യം വന്നില്ല. എന്താ, അവിടെ ഒരു ഭാഗത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നു കാവക്കാർ. എന്നാണ് വിചാരിച്ചത് അതൊക്കെ ശബ്ദമൊക്കെ കേട്ടാൽ, വൃക്ഷങ്ങളൊക്കെ കുറച്ച് അറിയണതും ഒക്കെ ശബ്ദമൊക്കെ കേട്ടാൽ വരുന്ന. പക്ഷെ ഒരാളും വന്നില്ല. സംശയമായിട്ട് എന്താ ഉണ്ടായിരുന്നത്? ഇവിടെ കാവക്കാരില്ലായിരിക്കും. ലങ്കയിൽ കാവക്കാരില്ലാണ്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നോക്കാൻ നിശ്ചയിച്ച് നോക്കിയപ്പോഴാണ് ഒരു ഭാഗത്ത് ചെന്നപ്പോഴാണ് കാവക്കാരൊക്കെ അസംഖ്യമുണ്ട്. അവർ സുഖമായിട്ട് കിടന്നുറങ്ങുക, മദ്യപിച്ച് മധുന്മത്തന്മാരായി ആയുധമൊക്കെ തലക്കി വെച്ച് കിടക്കുക. എന്താ, അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ലങ്കയിൽ അങ്ങനെ ഒരു കാവലിൻ്റെ ആവശ്യമില്ലല്ലോ. ശത്രുക്കൾ പ്രവേശിക്കാൻ മനസ്സിൽ പോലും വിചാരിക്കില്ല. അപ്പോൾ ആരും വരില്ല. പിന്നത്തെ എന്തിനാ സുഖമായിട്ട് ധാരാളം ദ്രവ്യം സമ്പാദ്യമുണ്ട്, അതൊക്കെ മേടിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക തന്നെ വേണ്ടി, വേറെ പ്രവൃത്തിയൊന്നും വേണ്ട. വേണ്ടപ്പോൾ ദേഷ്യം വന്ന് അവരെ കൊല്ലാനായിട്ടാണ് പുറപ്പെട്ടത്. അപ്പോൾ തോന്നി അങ്ങനെ വേണ്ട, ഉറക്കത്തിൽ നിഗ്രഹിക്കേണ്ടതാണ്. എന്ത് ചെയ്തു? എല്ലാവരുടെയും താടി മീശയൊക്കെ കൂട്ടി പരസ്പരം അങ്ങോട്ട് കൂട്ടി കെട്ടിയിട്ടു. ഒരു രാക്ഷസന്റെ മീശ, മറ്റൊരു വിദ്വാന്റെ തലമുടി, വേറൊരു വിദ്വാന്റെ മാറത്ത് രൂപം, മറ്റൊരാളുടെ താടി, ഇങ്ങനെ പരസ്പരം ഏകദേശം ഒരു മാല പോലെ ചങ്ങല പോലെ കൂട്ടി കെട്ടി. അത് കഴിഞ്ഞ് ആയുധമൊക്കെ ഒന്ന് പരസ്പരം മാറ്റി വെച്ചു. ഓരോരുത്തർക്കും ചില ആയുധത്തിൽ കൂടുതൽ പ്രാവീണ്യം ഉണ്ടാവും. ചിലർ വാൾ പ്രയോഗത്തിലാവും, ചിലർ വില്ലാവും, ചിലർ ഗതയാവും, കുന്താവും. അവനവൻ്റെ ആയുധം കയ്യിൽ കിട്ടിയാൽ പെട്ടെന്ന് പ്രതികരിക്കാൻ സാധിക്കും, ആക്രമിക്കാൻ പറ്റും. ആയുധം അവനവൻ ഉപയോഗിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പരിഭ്രമിക്കുക, അത്രേ ആവശ്യമുള്ളൂ ശേഷിച്ചു. ഈ വാൾ ഉപയോഗിക്കുന്ന എടുത്ത് മാറ്റി കുന്തക്കാരൻ്റെ അടുത്ത് കൊണ്ടുവച്ചു, കുന്തം എടുത്തിട്ട് ഗതക്കാരൻ്റെ അടുത്ത്, ഇത് അങ്ങനെയൊക്കെ മാറ്റി പുറത്തൊരു ശബ്ദം ഉണ്ടാക്കി. ആ ശബ്ദം, ആ അലർച്ച കേട്ടതോടുകൂടി ഇത്രയും നേരം ഉണരാത്ത ആ രാക്ഷസന്മാരും പെട്ടെന്ന് അയ്യോ പെട്ടെന്ന് ചാടിയവിടെ എണീറ്റു. എണീക്കുമ്പോൾ എന്താ, ഒരാൾ എണീക്കുമ്പോൾ അടുത്ത ആളുടെ തലയും കൊണ്ടാ പോകുന്നത്. അപ്പോൾ വിചാരിക്കണത് എന്താ, അടുത്ത് കിടക്കണമെന്ന് തൻ്റെ തലമുടി പിടിച്ച് വലിച്ചു എന്നാ. അപ്പോൾ ഒരാൾക്കല്ല, ഇത് എല്ലാവർക്കും പറ്റി. നോക്കി കൂട്ടത്തിൽ ആരും അല്ല ചെയ്തതെന്ന് മനസ്സിലായി. എല്ലാവർക്കും ഈ അർത്ഥം പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് കാണാൻ പാകത്തിനാ ഉദ്യാനഭഞ്ജനത്തിൻ്റെ സമയമൊക്കെ ആയപ്പോഴും ശരീരം അങ്ങോട്ട് വർദ്ധിപ്പിച്ച് കഴിഞ്ഞിരുന്നേ. ആ പട്ടു കൂറ്റനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇവൻ തന്നെയാണ് ആയുധം എടുത്ത് പുറപ്പെട്ടപ്പോഴാണ് ആയുധമൊക്കെ മാറി പരസ്പരം മാറി നേരിട്ട് ചെന്നു. വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. നേരത്തെ പറിച്ചിട്ട ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പൊക്കെ കളഞ്ഞ് അവിടെ ഇട്ടായിരുന്നു. അതങ്ങോട്ട് എടുത്ത് കൊടുത്തു. ഒരു പ്രയോഗം അത്രേ വേണ്ടി വന്നുള്ളൂ. കഥ ഇങ്ങോട്ട് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. എന്നാൽ ചിലർ ഇന്ന് രക്ഷപ്പെട്ടു പോയി. ഒരു 2-3 ആള് എന്താ, അവർ കുറച്ച് അമാന്തായിരുന്നു. അവിടെ അമാന്തായതല്ല, അമാന്താക്കിയതാണ്. ഇവൻ്റെ സമ്പ്രദായമൊക്കെ കണ്ടപ്പോൾ തന്നെ അവർ തീർച്ചയാക്കി അപകടമാണ്. നേരിട്ട് ചെന്നാൽ അപകടമാണ് എന്ന് മനസ്സിലായി. വരവുണ്ട്, കുറച്ച് അപകടമാണെന്ന് തോന്നും. അത്ര സുഖമല്ല. ഇവിടെ ഒരു കാര്യം ചെയ്യണ്ട, അല്ല നമുക്ക് ചെല്ലാണ്ട കഴിക്കേ. എല്ലാവരും കൂടി ചെന്നാലേ എന്തെങ്കിലും പറ്റുള്ളൂ. സാരില്ല, ബാക്കിയുള്ളവർ പോയിട്ടില്ലേ. അവനെ കഥ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സ്വാമി അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം മേടിക്കാൻ നമുക്കും കൂടാണോ? സമ്മാനോ? പിന്നിൽ നിന്നാൽ മതി, തടി ഏടാവാൻ്റെയും കഴിയും. അങ്ങനെ ചിലരൊന്നും അമാന്തിച്ചു. അത് അവർക്ക് രക്ഷയായി. എന്താ, അവർ മരിച്ചില്ല, പക്ഷെ ഒന്നും പറ്റില്ല എന്നല്ല. വൃക്ഷത്തിൻ്റെ തലയ്ക്കുന്നുള്ള കാറ്റ് തട്ടി തെറിച്ച് ചില കുഴിയിലൊക്കെ ചെന്ന് വീണ അപകടമായിട്ട്. എടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട. എടോ, വേണ്ടാന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ പറ്റുള്ളൂ. ബാക്കിയുള്ളവരുടെ കഥ നോക്കുക. അവരൊക്കെ ഇവിടെ നോക്കിയപ്പോൾ അരഞ്ഞു കഴിയൊക്കെ ഒന്നും കാണാനില്ല. എന്താണോ ഇനി ചെയ്യാം? സ്വാമിയെ ചെന്ന് വർത്തമാനം അറിയിക്കാം രാവണനെ. അപ്പോൾ അസമയാണ്, പ്രഭാതമായിട്ടില്ല. രാവണന് വാനരൻ എന്നുള്ള ശബ്ദം കേൾക്കണതേ ഇഷ്ടമല്ലാത്തതാണ്. ആരെങ്കിലും രാവണൻ്റെ മുമ്പിൽ നിന്ന് വാനര ശബ്ദം ഉച്ചരിച്ചാൽ അവൻ്റെ കഥ കഴിക്കും, ശിരച്ഛേദം. അപ്പോൾ പറയേണ്ടത് എന്താ, ഒരു വാനരൻ ഉദ്യാനം നശിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇവർക്ക് പരിഭ്രമായി. ചെന്ന് പറഞ്ഞാൽ വാനരൻ്റെ കഥയിൽ ആദ്യം നമ്മുടെ കഥ കഴിക്കും. ഏതായാലും പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അവിടെ ചെന്നു. രാവണൻ്റെ
അന്തപുരത്തിൻ്റെ വാതിൽക്കൽ ചെന്നു. ഓടി അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ലല്ലോ. അവിടെ ചെന്ന് ചില ശബ്ദമൊക്കെ ഉണ്ടാക്കി. എന്താ വിളിച്ചുണർത്തണമല്ലോ. അപ്പൊ രാവണൻ വാസ്തവത്തിൽ ഉറങ്ങിയിരുന്നില്ല. തലേ ദിവസം അവസാനമായിട്ട് സീതയെ കണ്ട് നാളെ പ്രഭാതാവുമ്പോഴേക്കും തൻ്റെ പത്നിയാവാൻ സമ്മതിക്കണം, അതല്ലെങ്കിൽ ഭക്ഷണമായിട്ടെങ്കിലും അനുഭവിക്കും. രാക്ഷസികളെ ചുമതലപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. ഇവളെ സമ്മതിപ്പിക്കണം, അതല്ലെങ്കിൽ ഞാൻ ഭക്ഷിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടാണ്. ഇതുവരെ കാത്തിരുന്നു രാമന്. ഇനി കാത്തിരിക്കില്ല. ജീവഭയമുള്ളവരാണെങ്കിൽ സംശയമില്ലല്ലോ. അപ്പോൾ നാളെ തൻ്റെ ഭാര്യയാവാൻ സമ്മതിക്കും. അപ്പോഴും എന്താ, രാക്ഷസികളെ ഏൽപ്പിച്ചിരുന്നു. എപ്പോഴാണോ സീത തൻ്റെ പത്നീപദം അലങ്കരിക്കാൻ സമ്മതിക്കുന്നത് ആ ക്ഷണം ആ വർത്തമാനം ഇവിടെ വന്ന് അറിയിക്കണം. രാത്രിയായാലും വിരോധം എപ്പോൾ സമ്മതിച്ചാലും. അപ്പോൾ ഉറക്കം വരേണ്ടതിനെ നടക്കുക. ഇതന്നെ വിചാരം. സീതയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സീത എങ്ങനെയൊക്കെ അലങ്കരിക്കണം, എങ്ങനെ വത്തിക്കിച്ചെഴുതണം, എവിടേക്കൊക്കെ സഞ്ചരിക്കണം, ഇതൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഉറക്കം വരുന്നില്ല ഈ സീത. അതിനിടയിലായി രാക്ഷസന്മാരുടെ ശബ്ദം. അപ്പോൾ കൂട്ടത്തിൽ ഒരു വിദ്വാൻ പറഞ്ഞിരുന്നു ഇവരോട്, അതെ നിങ്ങളൊന്നും പറയണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കിക്കോളാം. കഥ കഴിക്കാണ്ടിരിക്കാനുള്ള വഴി ഉണ്ടോയെന്ന് ഞാൻ നോക്കിക്കോളാം. ഒരുങ്ങെന്ന് നിങ്ങളാരും പറയണ്ട, ഞാൻ ഭംഗിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ രാവണൻ വിചാരിച്ചത് എന്താ, സീതയുടെ വർത്തമാനം പറയാനായിട്ട് ആരെങ്കിലും വന്നതാവുന്നു. എന്നാൽ അതങ്ങോട്ട് പറഞ്ഞാൽ പോലെ, എൻ്റെ ക്ഷമ പരീക്ഷിക്കണം. വന്ന വഴിക്ക് തന്നെ സമ്മതമായി എന്നങ്ങോട്ട് പറയല്ലേ വേണ്ടു. ഈ ആചാരമൊന്നും വേണ്ടല്ലോ, ശ്രദ്ധ ക്ഷണിക്കലൊക്കെ. എന്തായാലും രാക്ഷസികളെയാണല്ലോ ഏൽപ്പിച്ച, അവരാവും.